ഹായ്. അപ്പം വിദ്യാസഹായിലെ മാത്സ് +2ൻ്റെ റിലേഷൻ ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിലെ മൂന്നാമത്തെ ക്ലാസ്സാണ്. ആദ്യത്തെ 2 ക്ലാസ് നമ്മൾ ഇൻട്രഡക്ഷൻ നോക്കി, 2 റിലേഷൻസ് ഏതൊക്കെ ടൈപ്പാണെന്ന് നോക്കി. റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. ഈ മോഡലാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. സോ ഒന്നുകൂടെ റിഫ്ലെക്സീവ് എന്തോന്ന് പറയാം, സിമെട്രിക്, ട്രാൻസിറ്റീവ്. റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ സെറ്റിലുള്ള എല്ലാ എലിമെൻസിനും എ എന്നൊരു എലിമെന്റ് സെറ്റിലുണ്ടെങ്കിൽ എ, എ റിലേഷൻ ഉണ്ടായിരിക്കണം. അതാണ് റിഫ്ലെക്സീവ്. സിമെട്രിക് എന്ന് പറഞ്ഞാൽ സെറ്റുമായിട്ട് ബന്ധമൊന്നുമില്ല, എ, ബി എന്നൊരു സെറ്റ് റിലേഷനിലുണ്ടെങ്കിൽ സ്വിച്ച് ചെയ്താൽ കിട്ടുന്ന ബി, എയും റിലേഷനിലുണ്ടാവണം. ട്രാൻസിറ്റീവ്, എ, ബി എന്നൊരു എലിമെന്റ് റിലേഷനിലുണ്ട്, തുടർച്ചയായിട്ടുള്ള ബി, സിയും റിലേഷനിലുണ്ടെങ്കിൽ എ, സി റിലേഷൻ ഉണ്ടാവണം. ആയ ട്രാൻസിറ്റീവ്. സോ നമുക്ക് ഒരു ചോദ്യം നോക്കാം, വായിച്ചു നോക്കി. ലെറ്റ് L be the set of all lines in a plane and R be the relation in L defined as R is equal to L1, L2 such that L1 is perpendicular to L2. Show that R is symmetric but neither reflexive nor transitive. അതായത് സെറ്റിൽ എൽ എന്ന സെറ്റിലുള്ളത് എന്താണെന്ന് വെച്ചാൽ ലൈൻസ്. എൽ എന്ന സെറ്റിലുള്ളത് എന്താണ്? ലൈൻസ് ആണ്. അപ്പം റിലേഷൻ പറഞ്ഞേക്കുന്നത് 2 ലൈൻസ് ഈ റിലേഷൻ ഉണ്ടാവണമെങ്കിൽ അവർ തമ്മിൽ പരസ്പരം പെർപെൻഡിക്കുലർ ആയിരിക്കണം. സോ ഞാൻ സിമ്പിൾ എക്സാമ്പിൾ ആണ് എടുത്തത്. സോ ദാറ്റ് നമ്മൾ ഇനി ഇംപ്രൂവ് ചെയ്യുമ്പോൾ ഈ പാറ്റേൺ ഫോളോ ചെയ്യും, പക്ഷെ ഇച്ചിരി ഡിഫിക്കൽട്ടോട്ട് പോകും. ഈ പിക്ചർ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. സോ ഫസ്റ്റ് റിഫ്ലെക്സീവ് എന്തോ നോക്കാം. റിഫ്ലെക്സീവ് എന്ന് പറയുമ്പോൾ സെറ്റിൽ നിന്ന് ഒരു എലിമെന്റ് എടുക്കണം. അതായത് L1 ബിലോങ്സ് ടു L1 എന്നൊരു ലൈൻ ഞാൻ സെറ്റിൽ നിന്ന് എടുത്തു, പ്ലെയിൻ L1 എടുത്തു. സോ റിലേഷനിൽ L1 അതിൻ്റെ ഇമേജും L1 ആണ്. സോ ഇത് രണ്ടും പരസ്പരം റിഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ വരത്തുള്ളൂ. സോ ഇത് L1 ആണെങ്കിൽ അതിൻ്റെ റിഫ്ലെക്സ് L1 ആയിരിക്കും. ഇത് രണ്ടും പരസ്പരം ഇങ്ങനെയാണ് റിഫ്ലക്റ്റ് ആവുന്നത്. സോ ഇത് പരസ്പരം എന്താണ്, പെർപെൻഡിക്കുലർ ആണോ പാരലൽ ആണോ? ഇത് പാരലൽ ആണ്. പാരലൽ ആണെങ്കിൽ ഈ റിലേഷനിൽ കാണത്തില്ല. സോ എന്ത് പറയാം, L1, L1 does not belongs to R. റീസൺ എന്താന്ന് വെച്ചാൽ L1 is parallel to L1. സോ L1 എന്നൊരു ലൈന് സെറ്റിലുണ്ടെങ്കിൽ L1, L1 റിലേഷൻ ഉണ്ടാവത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു ലൈനിന്റെ റിഫ്ലെക്സ് അതിന് ഓപ്പോസിറ്റ് ആണ് വരുന്നത്. രണ്ടും പരസ്പരം എന്തായിരിക്കും, പാരലൽ ആയിരിക്കും. സിമെട്രിക് പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഒരു ഓർഡർഡ് പെയർ റിലേഷനിൽ നിന്ന് എടുക്കണം. അതായത് ലെറ്റ് L1, L2 ബിലോങ്സ് ടു R. ഞാൻ L1, L2 എന്നൊരു സെറ്റ് ഞാൻ റിലേഷനിൽ നിന്നാണ് എടുത്തത്. സോ റിലേഷനിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആ റിലേഷനിലുള്ള കണ്ടീഷനെ അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇംപ്ലൈസ് അതിന്റെ അർത്ഥം എന്താണ്, L1 ഈസ് പെർപെൻഡിക്കുലർ ടു L2. L1 ഈസ് പെർപെൻഡിക്കുലർ ടു L2. അതായത് L1, L2 റിലേഷനിൽ നിന്ന് എടുത്തു. അതിന്റെ അർത്ഥം L1 എന്തായിരിക്കും, L2ന് പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ അതായത് ഇതാണ് L1, ഇത് L2. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എക്സിസ്റ്റ് ആവത്തുള്ളൂ. L1 ഈസ് പെർപെൻഡിക്കുലർ ടു L2. തിരിച്ചൊന്ന് നോക്കി, L2 is perpendicular to L1. തിരിച്ചെനിക്ക് എഴുതാം, L2 L1 പെർപെൻഡിക്കുലർ ആയിരിക്കും. Therefore that implies L2, L1 belongs to R. സോ ഞാൻ സെറ്റിൽ നിന്ന് ഒരു ഓർഡർഡ് പെയർ എടുത്തു, L1, L2 റിലേഷനിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ എക്സിസ്റ്റ് ആവും, L1 is perpendicular to L2. തിരിച്ചു നോക്കിയാലോ, L2 L1 പെർപെൻഡിക്കുലർ ആയിരിക്കും. That implies L2, L1 belongs to R. Therefore, R is symmetric. Next, transitive. Transitive prove ചെയ്യണമെങ്കിൽ 2 ഓർഡർഡ് പെയർ എടുക്കണം. So, let L1, L2 belongs to R. അതിന്റെ അർത്ഥം എന്താണ്, L1 is perpendicular to L2. ഒരു ഓർഡർ പെയർ. രണ്ടാമത് തുടർച്ചയായിട്ട് L2 എന്ന് എടുക്കണം.
L2, L3 belongs to R. അതിൻ്റെ അർത്ഥം എന്താണ്? L2 L3ക്ക് പെർപെൻഡിക്കുലർ ആണ്. സോ L1, L2 belongs to R എന്ന് പറഞ്ഞാൽ L1 perpendicular to L2, L2, L3 belongs to R എന്ന് പറഞ്ഞാൽ L2 perpendicular to L3. സോ മുമ്പത്തെ എക്സാമ്പിൾ തന്നെ നോക്കാം. L1 L2 പെർപെൻഡിക്കുലർ ആണ്. L2 L3ക്ക് പെർപെൻഡിക്കുലർ ആകുമ്പോൾ ലൈൻ എങ്ങനെ വരും? ഫോർ എക്സാമ്പിൾ ഇങ്ങനെ എക്സിസ്റ്റ് ആയി കരുതാം. അപ്പോൾ ഈ രണ്ട് തമ്മിൽ നോക്കി L1 L3 എങ്ങനെ ആയിരിക്കും? ദാറ്റ് ഇംപ്ലൈസ് L1 ഈസ് പാരലൽ ടു L3 ആവും, അല്ലയോ? L1 L3 പരസ്പരം എന്തായിരിക്കും? പാരലൽ, പെർപെൻഡിക്കുലർ അല്ല. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം? L1, L3 പാരലൽ ആണെങ്കിൽ ആ റിലേഷനിൽ കാണത്തില്ല, പെർപെൻഡിക്കുലർ ആണെങ്കിൽ റിലേഷനിൽ കാണത്തുള്ളൂ. സോ L1, L2 belongs to R. അപ്പോൾ L1 perpendicular to L2, L2, L3 belongs to R. ഇത് രണ്ട് ഞാൻ സെറ്റിൽ റിലേഷനിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ആ കണ്ടീഷൻ അത് ആക്സെപ്റ്റ് ചെയ്യും. L2 perpendicular to L3, L1 L2ന് പെർപെൻഡിക്കുലർ ആണ്, L2 L3ന് പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെയാണെങ്കിൽ L1 L3 എന്തായിരിക്കും? പരസ്പരം പാരലൽ ആയിരിക്കും. L1, L3, L1 is parallel to L3. പാരലൽ ആണെങ്കിൽ ഈ റിലേഷനിൽ കാണത്തില്ല, കാരണം പെർപെൻഡിക്കുലർ ആവണം. Therefore L1, L3 does not belongs to R. സോ നമ്മൾ എന്ത് പറഞ്ഞു? Therefore R is symmetric. R symmetric ആണ്, പക്ഷേ റിഫ്ലെക്സീവ് അല്ല. ബട്ട് neither reflexive nor transitive. സോ ഈ രീതിയിലാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. സോ ഒന്നുകൂടെ പറയാം, അത് സിമ്പിളായിട്ട് എന്തോ പ്രൂവ് ചെയ്യുന്നതിനുള്ള രീതി എന്താണെന്ന് വെച്ചാൽ, സെറ്റിൽ നിന്നൊരു എലിമെൻ്റ് എടുക്കും. റിഫ്ലെക്സീവ് പ്രൂവ് ചെയ്യണമെങ്കിൽ സെറ്റിൽ നിന്നൊരു എലിമെൻ്റ് എടുക്കും, എന്നിട്ട് L1, L1 റിലേഷൻ ഉണ്ട് ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യും. സെറ്റിൽ നിന്നൊരു എലിമെൻ്റ് എടുത്തിട്ട് എ എന്ന എലിമെൻറ്റ് സെറ്റിൽ നിന്ന് എടുത്താൽ A, റിലേഷനുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യും. സിമെട്രിക്കോ റിലേഷനിൽ നിന്നൊരു സെറ്റ് എടുക്കും, അതായത് L1, L2 belongs to R. പിന്നെന്തോ പ്രൂവ് ചെയ്യാൻ നോക്കും? L2, L1 ആറിലുണ്ടോ ഇല്ലയോ എന്ന് പ്രൂവ് ചെയ്യാൻ നോക്കും. ട്രാൻസിറ്റീവോ രണ്ട് സെറ്റ് എടുക്കണം റിലേഷനിൽ നിന്ന്, L1, L2, L2, L3. എന്നിട്ട് L1, L3 ഉണ്ടോ ഇല്ലെന്ന് ചെക്ക് ചെയ്യും. സോ ഇതാണ് ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന രീതി. റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്തു. റിഫ്ലെക്സീവ് അല്ല എന്ന് പറഞ്ഞു, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ്. അവർ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് എന്താണ്? സിമെട്രിക് ആണ്, റിഫ്ലെക്സീവ് അല്ല, ട്രാൻസിറ്റീവ് അല്ല. സോ ഇതാണ് ഒരു മോഡൽ. നെക്സ്റ്റ് നോക്കാം. So next ചോദ്യം, show that the relation capital R on the set Z. Z എന്നോട് ഉദ്ദേശിക്കുന്ന ഇന്റിജേഴ്സിനെയാണ്, സെറ്റ് ഓഫ് ഇന്റിജേഴ്സ്. Z സെറ്റ് ഓഫ് ഇന്റിജേഴ്സ് ആണ്. given by capital R is equal to, so relation എന്താന്ന് എഴുതാൻ പറയാം. കണ്ടീഷൻ എന്താന്ന് ചോദിച്ചാൽ A, B such that 2 divides A minus B. 2 divides A minus B is an equivalence relation. Equivalence എന്ന് പറഞ്ഞാൽ റിഫ്ലെക്സീവ് ആവണം, സിമെട്രിക് ആവണം, ട്രാൻസിറ്റീവ് ആവണം. സോ ഇതാണ് ഞാൻ പ്രൂവ് ചെയ്യേണ്ടത്. റിഫ്ലെക്സീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം, സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യണം, ട്രാൻസിറ്റീവ്, ഈ റിലേഷൻ. സോ നമുക്ക് ആദ്യം റിലേഷൻ കറക്റ്റായിട്ട് മനസ്സിലാക്കാം. എന്താണ് റിലേഷൻ പറഞ്ഞേക്കുന്നത്? ഞാൻ എടുത്ത സെറ്റ് ഇന്റിജേഴ്സിൻ്റെ ആണ്. അതായത് ഇന്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ 0, 1, 2, 3 പോസിറ്റീവ് വരും, -1, -2 നെഗറ്റീവ് വരും. സോ ആ ഇന്റിജേഴ്സ് ഏതെടുത്താലും ഈ കണ്ടീഷന് സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെയുള്ള എലിമെന്റ്സ് മാത്രമേ ഈ റിലേഷനിൽ കാണത്തുള്ളൂ. അതായത് ഡിഫറൻസ് A - B യുടെ ഡിഫറൻസ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആവണം. അതായത് 2, 4 എടുത്താൽ
ഇത് ഇതിനകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ, ഈ റിലേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കാരണം എന്താണ്, 2 - 4 -2 ആണ്. -2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 3,6 ഇതിനകത്ത് കാണുമോ? കാണത്തില്ല. റീസൺ എന്താണ്? 3 - 6 -3 ആണ്. -3 കൊണ്ട് 2നെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഒരു എക്സാമ്പിൾ, 4,8 കാണുമോ? കാണും. റീസൺ എന്താ? 4 - 8 -4 ആണ്. -4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 5,3 കാണുമോ? കാണും. റീസൺ 5 - 3 2 ആണ്. 2നെ ഡിവൈഡ് ചെയ്യും. 2 കൊണ്ട് ഡിവൈഡ്. സോ ഇങ്ങനത്തെ നമ്പേഴ്സ് മാത്രമേ ഈ റിലേഷനിൽ കാണത്തുള്ളൂ. ഞാൻ പോസിറ്റീവ് മാത്രമേ എടുത്തു, നെഗറ്റീവ് കൂടെ അങ്ങനെ തന്നെ ആയിരിക്കും. സോ നമുക്ക് റിഫ്ലെക്സീവ് ആണോ എന്ന് നോക്കാം. റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ചെയ്യുന്ന ഒരു എലിമെന്റ് എടുത്താൽ A, A റിലേഷനിൽ ഉണ്ടാവണം. അതായത് ഫോർ എക്സാമ്പിൾ ലെറ്റ് എ എന്നൊരു എലിമെന്റ് ഞാൻ സെറ്റ് ചെയ്യുന്ന എടുത്തു. എ പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, എന്ത് വേണമെങ്കിലും എടുത്തോ. ഞങ്ങൾ എ എന്നൊരു എലിമെന്റ് സെറ്റ് ചെയ്യുന്നത് ജനറൽ ആയിട്ട് പറയുക. അങ്ങനാണെങ്കിൽ A, A ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ A - A എന്തോ ആയിരിക്കും? A, A അല്ലേ വേണ്ടേ? അപ്പം A - A ഇസ് ഈക്വൽ ടു എന്താണ്? 0 ഈസ് ഡിവിസിബിൾ ബൈ 2. കാരണം 0യെ എല്ലാ സംഖ്യയും ഡിവൈഡ് ചെയ്യും. പക്ഷെ ഏതൊരു സംഖ്യയും 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷെ എല്ലാ സംഖ്യയും 0നെ എല്ലാ സംഖ്യ കൊണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ എ എന്നൊരു എലിമെന്റ് എടുത്താൽ A - A 0 ആണ്. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ പറയാം. 1 എന്നൊരു എലിമെന്റ് സെറ്റ് ചെയ്ത് എടുക്കുക. അപ്പോൾ 1 - 1 എന്തോ 0. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 3 എടുത്താലോ? റിഫ്ലെക്സിന് 3,3 ഉണ്ടാവണം. സോ 3 - 3 0 ആണ്. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. -3 എടുക്കുക. -3 -3 അപ്പം -3 + 3 ആവും 0. അപ്പോഴും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ റിഫ്ലെക്സീവ് അതിൻ്റെ അർത്ഥം എന്ത് പറയാം? A, A ബിലോങ്സ് ടു R. കാരണം A - A 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അതെന്താണ്? therefore R is reflexive. നമുക്ക് നെക്സ്റ്റ് സിമെട്രിക് നോക്കാം. സിമെട്രിക് എന്ന് പറഞ്ഞാൽ ഞാനൊരു സെറ്റ് റിലേഷനിൽ നിന്ന് എടുക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ലെറ്റ് A, B ബിലോങ്സ് ടു R റിലേഷനിൽ നിന്ന് എടുത്തു. ഞാൻ ഇതിനകത്തു നിന്നല്ലേ എടുത്തത്. അതിൻ്റെ അകത്ത് ഈ കണ്ടീഷൻ അത് എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്യണം. സോ ആ കണ്ടീഷൻ എന്തുവാണ്? A - B ഈസ് ഡിവിസിബിൾ ബൈ 2. A - B യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പൊ തിരിച്ചെഴുതി നോക്കിയേ. B - A ചെയ്താൽ വാല്യൂ മാറത്തില്ല, സൈൻ മാത്രമേ മാറത്തുള്ളൂ. എക്സാമ്പിൾ നോക്കാം. 4 - 2 എടുക്കുവാണ് ഞാൻ. തിരിച്ചെഴുതിയാലോ? 2 - 4. 4 - 2 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 - 4 എന്ന് പറഞ്ഞാൽ വാല്യൂ മാറുന്നില്ല. മാറുന്നത് എന്താണ്? സൈൻ. സോ ഡിവിഷനകത്ത് സൈനിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്തത് കൊണ്ട് A - B ഈസ് ഡിവിസിബിൾ ബൈ 2 എന്ന് പറഞ്ഞാലും B - A ഉറപ്പായിട്ട് എന്തായിരിക്കും? സൈൻ മാറും, അത്രേ ഉള്ളൂ. ഇമ്പോർട്ടൻസ് ഇല്ലെന്ന് പറഞ്ഞാൽ അതങ്ങനെ അതേപോലെ കൊടുത്താൽ മതി, അതേ ഉദ്ദേശിച്ചുള്ളൂ. B - A ഈസ് ഡിവിസിബിൾ ബൈ 2. നിങ്ങൾ ഏത് രണ്ട് സംഖ്യ എടുത്തോ? ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ എടുക്കാം. 5,3 ഞാൻ റിലേഷനിൽ നിന്ന് എടുത്തു. അപ്പൊ 5 - 3 ഡിവിസിബിൾ ബൈ 2. തിരിച്ചെഴുതി നോക്കിയേ. 3,5 3 - 5 എത്ര? -2. അതും 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. സോ B - A ഈസ് ഡിവിസിബിൾ ബൈ 2. അതിന്റെ അർത്ഥം എന്താണ്? B, A ബിലോങ്സ് ടു R. സോ ഞാൻ A, B റിലേഷനിൽ നിന്ന് എടുത്തു. എന്തോ പ്രൂവ് ചെയ്തു? B, A റിലേഷനിൽ ഉണ്ടെന്ന് പ്രൂവ് ചെയ്തു. therefore R ഈസ് സിമെട്രിക്. നെക്സ്റ്റ് ട്രാൻസിറ്റീവ് എങ്ങനെയാ പ്രൂവ് ചെയ്യുന്നത് നോക്കാം. സോ ഈ പാറ്റേണിൽ നമ്മളെല്ലാം പ്രൂവ് ചെയ്യത്തുള്ളൂ. ഇതാണ് കാരണം റിലേഷനകത്ത് എഴുതുന്ന സ്റ്റെപ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. റിലേഷനിൽ ഇപ്പൊ ട്രാൻസിറ്റീവ് പ്രൂവ് ചെയ്യുമ്പോൾ 2 സെറ്റ് എടുക്കണം റിലേഷനിൽ. സോ ആദ്യത്തെ സെറ്റ് A, B ബിലോങ്സ് ടു R. അതിന്റെ അർത്ഥം എന്താണ്? A - B ഈസ് ഡിവിസിബിൾ ബൈ 2. A - B യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അടുത്ത തുടർച്ചയായി B കൊണ്ട് തുടങ്ങണം. B, C ബിലോങ്സ് ടു R. അതിന്റെ അർത്ഥം എന്താണ്? ഇത് രണ്ടും ഞാൻ ഈ റിലേഷനിൽ നിന്ന് എടുക്കുന്നത്. അപ്പൊ ഈ കണ്ടീഷൻ അത് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. B - C ഈസ്
divisible by 2. So a minus b a 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. തുടർച്ചയായിട്ട് വന്ന b minus c. അപ്പോൾ a minus c divisible by 2 ആണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ. പ്ലസ് ബിയും മൈനസ് ബിയും ക്യാൻസൽ ആവും. a minus b പ്ലസ് b minus c ഒന്ന് ആഡ് ചെയ്തു. divisible by 2 അതേപോലെ കണ്ടിന്യൂ ആവും. സോ അപ്പോൾ എന്ത് കിട്ടി? a minus c is divisible by 2. ഞാൻ അതല്ലേ പ്രൂവ് ചെയ്യണ്ടേ? a, b റിലേഷനിലുണ്ട്, b, c റിലേഷനിലുണ്ടെങ്കിൽ a, c റിലേഷനിലുണ്ടാവും. a minus c divisible by 2 എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? ദാറ്റ് ഇംപ്ലൈസ് a, c belongs to r. ഞാൻ പ്രൂവ് ചെയ്തു. therefore എന്ത് പറയാം? r is ട്രാൻസിറ്റീവ് എന്ന് പറയാം. സോ ഈ പാറ്റേണിലായിരിക്കും നമ്മൾ ചെയ്തുകൊണ്ട് പോകുന്നത്. സ്റ്റെപ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ആ സ്റ്റെപ്സ് ഇതേപോലെ ചെയ്തുകൊണ്ട് പോകത്തുള്ളൂ. ഫസ്റ്റ് എന്ത് ചെയ്തു? ഞാൻ സെറ്റ് ചെയ്യുന്ന ഒരു എലിമെൻ്റ് എടുത്തു റിഫ്ലെക്സീവ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. a belongs to z. ഈ കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്ന് നോക്കണം. a സെറ്റിലുണ്ടെങ്കിൽ a മൈനസ് a എന്തുമായിരിക്കും? 0. ഈസ് ഡിവിസിബിൾ ബൈ 2. 0 ഡിവിസിബിൾ ബൈ 2 ആണ്. അതുകൊണ്ട് ഈ സെറ്റ് മെത്തേഡ് എന്ന് പറയാം. അപ്പോൾ a belongs to z ആണെങ്കിൽ a belongs to r എന്ന് പ്രൂവ് ചെയ്തു. therefore r is റിഫ്ലെക്സീവ്. സിമെട്രിക് പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഓർഡേഡ് പേര് റിലേഷനിൽ നിന്ന് എടുക്കണം. അതായത് ഞാൻ a, b എടുത്തു. a, b റിലേഷനിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ അർത്ഥം എന്താണ്? a മൈനസ് b ഈസ് ഡിവിസിബിൾ ബൈ 2. a മൈനസ് ബിയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ എടുത്തു. അപ്പോൾ a മൈനസ് ബിയെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. തിരിച്ചു നോക്കിയേ, b മൈനസ് എയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എൻ്റെ അർത്ഥം എന്താണ്? b, a റിലേഷനിലുണ്ട്. a, b റിലേഷനിൽ നിന്നാണ് എടുത്ത് b, a റിലേഷനിലുണ്ടെന്ന് ഞാൻ പ്രൂവ് ചെയ്തു. അപ്പോൾ അതെന്തായി? സിമെട്രിക്കായി. ട്രാൻസിറ്റീവ്. ഞാനിപ്പോൾ രണ്ട് ഓർഡേഡ് പേരാണ് റിലേഷനിൽ എടുക്കേണ്ടത്. a, b എടുക്കണം, തുടർച്ചയായിട്ടുള്ള b, c എടുക്കണം. a, b റിലേഷനിൽ നിന്ന് എടുത്താൽ ഇതെന്തുവാണ്? ഈ കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ a മൈനസ് b ഞാൻ എടുക്കുക. അതുകൊണ്ട് a മൈനസ് b ഈസ് ഡിവിസിബിൾ ബൈ 2. അതേപോലെ ഇനി ഒന്ന് എടുത്ത് b മൈനസ് c. അതെന്തോ കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നത്? b മൈനസ് c ഈസ് ഡിവിസിബിൾ ബൈ 2. a മൈനസ് b 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. b മൈനസ് c 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെങ്കിൽ ആഡ് ചെയ്താൽ പ്ലസ് ബി മൈനസ് ബി ക്യാൻസൽ ആവും. അപ്പോൾ a മൈനസ് സി ഈസ് ഡിവിസിബിൾ ബൈ 2. a മൈനസ് സി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ a, c എവിടെ ഉണ്ട്? റിലേഷനിലുണ്ട്. നമുക്ക് നിങ്ങൾക്ക് അതിന് എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം. ഫോർ എക്സാമ്പിൾ, എയ്റ്റ്, 4 റിലേഷനിൽ നിന്ന് എടുത്തു. 8 മൈനസ് 4 എത്ര? 4. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ റിലേഷനുണ്ട്. നെക്സ്റ്റ് ഇനി ഒരു എക്സാമ്പിൾ, 4, 2 റിലേഷനിൽ നിന്ന് എടുത്തു. 4 മൈനസ് 2 2 ആണ്. 2നെ 2 കൊണ്ട് ഡിവൈഡ്. അപ്പോൾ ഇത് രണ്ടും എടുത്താൽ 8, 2 റിലേഷനിൽ കാണുമോ ഇല്ലയോ എന്ന് നോക്കി. ഉറപ്പായിട്ടും കാണും. കാരണം എന്താ? 8 മൈനസ് 2 എത്ര? 6. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ ട്രാൻസിറ്റീവ് എക്സാമ്പിൾ എടുത്ത് പ്രൂവ് ചെയ്യാം. എക്സാമ്പിൾ എടുത്ത് പ്രൂവ് ചെയ്യുന്നത് പ്രാക്ടിക്കൽ എല്ലാത്തിനും ആവാത്തത് കൊണ്ട് ഞാൻ ജനറലായിട്ട് പറയുന്നതാണ്. ജനറലായിട്ട് പഠിക്കുന്നതായിരിക്കും നല്ലത്. സോ ഇതേ ഓർഡറിൽ ഇതേ സ്റ്റെപ്സ് തന്നെയായിരിക്കും നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. സോ സ്റ്റെപ്സ് ഒന്ന് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ചോദ്യം നോക്കാം. Show that the relation capital R is equivalence
in the set, same set എടുക്കുവാണ്, integers in the set z defined by z എന്താണെന്ന് അറിയാമല്ലോ, integers ആണ്, defined by r is equal to relation എടുക്കുവാണ്, മുമ്പിൽ തന്നെ സെയിം x, y ഇപ്പൊ എന്താണ് ഉദ്ദേശിച്ചത്, റിലേഷനിൽ രണ്ട് എലിമെന്റ് x, y ഉണ്ടാവണമെങ്കിൽ അവ തമ്മിലുള്ള ഡിഫറൻസ് എന്തുമായിരിക്കണം, ഇന്റിജർ ആയിരിക്കണം, അത്രേ ഉള്ളൂ കണ്ടീഷൻ. x മൈനസ് y ഇസ് ആൻ ഇന്റിജർ. സോ നമുക്കൊന്ന് നോക്കാം. ആദ്യം രണ്ട് കാര്യങ്ങൾ, സെറ്റ് എന്തുവാന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കണം, റിലേഷൻ എന്തുവാന്ന് മനസ്സിലാക്കണം. സെറ്റ് പറഞ്ഞേക്കുന്നത് ഇന്റിജേഴ്സ് ആണ്. സോ ഇന്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു 0, 1, 2, 3, -1, -2, -3 ഫ്രാക്ഷൻസ് ഒന്നും വരത്തില്ല. നെക്സ്റ്റ് റിലേഷൻ എന്താന്ന് ചോദിച്ചാൽ x, y എന്നൊരു ഓർഡർഡ് പേര് ഉണ്ടാവണമെങ്കിൽ റിലേഷനിൽ അവ തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കണം, ഒരു ഇന്റിജർ ആയിരിക്കണം. അങ്ങനെയുള്ളതെല്ലാം ഈ റിലേഷനിൽ കാണും. അതായത് 5, 3 റിലേഷനിൽ കാണും. റീസൺ 5 - 3 2 ആണ്. 3, 5 കാണും. 3 - 5 -2 ആണ്. സോ ഇതെല്ലാം റിലേഷനിൽ കാണും. സോ റിഫ്ലെക്സീവ് ആവുമെന്ന് നോക്കാം. റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എടുക്കണ്ടേ, സെറ്റിൽ നിന്ന് ഒരു എലിമെന്റ് എടുക്കണം, എന്നിട്ട് അതിന്റെ ഡിഫറൻസ് എന്തോന്ന് നോക്കണം. സോ സെയിം മുമ്പത്തെ പോലെ തന്നെയാണ്. ലെറ്റ് എ ബിലോങ്സ് ടു സെഡ്. എ എന്ന് പറഞ്ഞൊരു എലിമെന്റ് എടുത്തു. എക്സാമ്പിൾ 1 എടുത്തു. 1, 1 എന്തോ ആയിരിക്കും, 1 - 1 0 ഇന്റിജർ ആണ്. സോ a - 1 a - -1 അല്ല, a - a is equal to 0 is an integer. നമ്മുടെ ഡിഫറൻസ് എന്തായിരിക്കണം, ഇന്റിജർ ആവണമെന്ന് പറഞ്ഞു. റിഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ a എന്നൊരു എലിമെന്റ് എടുത്താൽ a, a റിലേഷൻ ഉണ്ടാവണം. സോ a, a എന്ന് പറഞ്ഞാൽ a - a എന്താണ്, 0 ആണ്. അത് ഇന്റിജറിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ദാറ്റ് ഇംപ്ലൈസ് a, a belongs to r. a, a റിലേഷൻ ഉണ്ടാവും. therefore r is reflexive. സിമ്പിൾ ആണ്. ഇതേ ഓർഡറിലാണ് പോകണ്ടേ. r is reflexive. നെക്സ്റ്റ് സിമെട്രിക് ആവുമെന്ന് നോക്കാം. സിമെട്രിക് എങ്ങനെ അപ്രൂവ് ചെയ്യുന്നത്, ഞാൻ ഒരു ഓർഡർഡ് പേര് റിലേഷനിൽ നിന്ന് എടുക്കണം. റിലേഷനിൽ എടുക്കണം, ഇതിനകത്ത് നിന്ന് എടുക്കണം. ഇതിനകത്ത് എടുക്കുമ്പോൾ ഈ കണ്ടീഷൻ അത് എന്ത് ചെയ്യുന്നുണ്ട്, ഓൾറെഡി ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ലെറ്റ് a, b belongs to r. ഞാൻ എവിടെ നിന്ന് എടുത്തത്, ഈ റിലേഷനിൽ നിന്നാണ് എടുത്തത്. റിലേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും a - b is an integer. That implies a - b is an integer. സ്പേസിന്റെ ഒരു ഇതുണ്ട്. സോ a - b is an integer. തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കിയാൽ b - a എന്തായിരിക്കും, അതും ഇന്റിജർ തന്നെയാ. വാല്യൂ മാറത്തില്ല, സൈൻ മാറും. പക്ഷെ സൈൻ മാറിയാലും അത് ഇന്റിജർ ആണ്. b - a is an integer. So that implies b, a belongs to r. b, a belongs to r. Therefore r is symmetric. So transitive എങ്ങനെ പ്രൂവ് ചെയ്യുന്നതെന്ന് നോക്കാം. ട്രാൻസിറ്റീവിന് രണ്ട് സെറ്റ് എടുക്കണം റിലേഷനിൽ നിന്ന്. അതായത് സോ ഫസ്റ്റ് ഞാൻ a, b എടുത്തു. എവിടെ നിന്ന് എടുത്തത്, റിലേഷനിൽ നിന്ന് എടുത്തു. അപ്പോൾ ഈ കണ്ടീഷൻ അത് എന്ത് ചെയ്യുന്നുണ്ട്, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇംപ്ലൈസ് a - b is an integer. നെക്സ്റ്റ് b എന്ന് തുടങ്ങുന്ന വേറൊരു സെറ്റ് എടുക്കണം ഇതിനകത്തുനിന്ന് തന്നെ. അപ്പോൾ എന്തെടുക്കാം, b, c എടുക്കാം. b, c belongs to r. അപ്പോൾ ഇതും ഞാൻ ഇവിടെ നിന്ന് എടുത്തത്. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്, b - c is an integer. സോ a - b ഇന്റിജർ ആണ്, b - c ഇന്റിജർ ആണ്. അപ്പോൾ a - c എന്തായിരിക്കും നോക്കി ഒന്ന് ആഡ് ചെയ്ത് എന്തോ a - b പ്ലസ് b - c ഇത് രണ്ടും എന്തോ ക്യാൻസൽ ആവും. അത് എന്തായിരിക്കും, ഡിഫറൻസ് ഇന്റിജർ തന്നെയായിരിക്കും. ഈസ് ആൻ ഇന്റിജർ. therefore എന്താ പറയാ, ഈ കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് റിലേഷൻ ഉണ്ട്. a, c belongs to r.
Therefore R is transitive. So relation reflexive ആണെന്ന് പറഞ്ഞു, relation symmetric ആണെന്ന് പറഞ്ഞു, relation transitive ആണെന്ന് പറഞ്ഞു. So ആ റിലേഷൻ എന്തോ ഈക്വിവാലൻസ് റിലേഷൻ. ഒന്നുകൂടെ പറയാം, ചോദിച്ചത് റിലേഷൻ ആർ അത് ഈക്വിവാലൻസ് ആവണം. ഏത് സെറ്റിന്റെ പുറത്താണ്? ഇന്റിജേഴ്സ് എന്ന സെറ്റിന്റെ പുറത്ത്. റിലേഷൻ എന്തുവാണ്? എ കമ ബി റിലേഷൻ ഉണ്ടാവണമെങ്കിൽ എ മൈനസ് ബി എന്തോ ആയിരിക്കണം? ഇന്റിജർ ആയിരിക്കണം. സോ ഫസ്റ്റ് റിഫ്ലെക്സീവ് എടുത്തു. റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ സെറ്റിൽ നിന്ന് ഒരു എലിമെന്റ് എടുക്കുക, അതിന്റെ ഡിഫറൻസ് തന്നെ എ സെറ്റിലുണ്ടെങ്കിൽ എ കമ എ റിലേഷനിലുണ്ടാവണം. ഇതാണ് റിഫ്ലെക്സ്. റിഫ്ലെക്സിന് അതിൻ്റെ ഇമേജ് തന്നെ. സോ എ എന്നൊരു എലിമെന്റ് സെറ്റിൽ നിന്ന് എടുത്തു. അപ്പോൾ എ കമ എ ഇവിടെ ഉണ്ടാകുന്ന പ്രൂവ് ചെയ്യണം ഞാൻ, റിലേഷനിലുണ്ടാവണം. സോ എ സെറ്റിൽ നിന്ന് എടുത്തു. ഈ റിലേഷൻ ഉണ്ടാവണമെങ്കിൽ എ മൈനസ് എ എന്തോ ആവണം? ഇൻറ്റിജർ ആവണം. എ മൈനസ് എ എന്തോ ആണ്? 0. അത് ഇൻറ്റിജർ അല്ലയോ? ഇൻറ്റിജർ ആണെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ കാണും, റിലേഷനിൽ കാണും. അപ്പോൾ എ കമ എ ബിലോങ്സ് ടു ആർ. അപ്പോൾ ആർ ഈസ് റിഫ്ലെക്സീവ്. സിമെട്രിക് ആവുമെന്ന് ചോദിച്ചാൽ സിമെട്രിക് പ്രൂവ് ചെയ്യുന്നത് റിലേഷനിൽ നിന്ന് ഒരു സെറ്റ് എടുക്കണം. ഞാൻ എന്തോ എടുത്തു? എ കോമ ബി എടുത്തു. അതിൻ്റെ അർത്ഥം എന്താണ്? എ മൈനസ് ബി ഉറപ്പായിട്ട് എന്തായിരിക്കും? കാരണം ഇവിടെ നിന്നല്ലേ എടുത്തത്. അപ്പോൾ എ മൈനസ് ബി എന്തുവാണ്? ഇൻറ്റിജർ. തിരിച്ചൊന്ന് എഴുതിയേ, ബി മൈനസ് എ അത് എന്തായിരിക്കും? ഇൻറ്റിജർ തന്നെ. എക്സാമ്പിൾ 3 മൈനസ് 2 ഇവിടെ നിന്ന് എടുത്താൽ ഇൻറ്റിജർ ആണ്. 3,2 ആണ് എടുക്കുന്ന സെറ്റ് എങ്കിൽ 3 മൈനസ് 2 എന്തുവാണ്? 1. ഇൻറ്റിജർ ആണല്ലോ. തിരിച്ചു നോക്കിയേ, 2 മൈനസ് 3 എന്തായിരിക്കും? -1. അതും എന്തുവാണ്? ഇൻറ്റിജർ ആണ്. സോ സൈൻ മാറും, വാല്യൂ മാറത്തില്ല. സോ ബി മൈനസ് എ ഈസ് ആൻ ഇൻറ്റിജർ. അപ്പം ബി കമ എ എവിടെ കാണും? റിലേഷനിൽ. അപ്പോൾ എ കമ ബി റിലേഷനിൽ നിന്ന് എടുത്തു, ബി കമ എ എവിടെ നിന്ന് പ്രൂവ് ചെയ്തു? റിലേഷനിൽ. therefore R is symmetric. ട്രാൻസിറ്റീവ് പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 സെറ്റ് എടുക്കണം തുടർച്ചയായിട്ടുള്ള. അപ്പോൾ ഞാൻ ആദ്യം എ കമ ബി എടുത്തു. അപ്പോൾ എ മൈനസ് ബി എന്തുവാണ്? ഇൻറ്റിജർ. ബി എന്ന് തുടങ്ങുന്ന വേറൊരു സെറ്റ് എടുക്കണം, ബി കമ സി. അപ്പോൾ എ കമ ബി റിലേഷനിലുണ്ട്, ബി കമ സി റിലേഷനിലുണ്ട്. അപ്പോൾ ബി മൈനസ് സി എന്തുവാണ്? ഇത് രണ്ട് ആഡ് ചെയ്താൽ പ്ലസ് ബി മൈനസ് ബി എന്തോ ക്യാൻസൽ ആവും. അപ്പോൾ എ മൈനസ് സി എന്തോ വന്നു? ഇൻറ്റിജർ. എ കമ സി ബിലോങ്സ് ടു. ഇതിന്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. 5,3 ഞാൻ ഇവിടെ നിന്ന് എടുക്കുക. അതിന്റെ അർത്ഥം എന്താണ്? 5 മൈനസ് 3 എത്ര? 2. ഇൻറ്റിജർ അല്ലയോ? 3 എന്ന് തുടങ്ങുന്ന ഇങ്ങനെ എടുത്തു, 3,1. അത് ഇൻറ്റിജർ അല്ലയോ? ഇങ്ങനെ 2 സെറ്റ് എടുത്താൽ 5,2 എന്തുമായിരിക്കും? 5 മൈനസ് 2 എത്ര? 3. ഇൻറ്റിജർ ആണല്ലോ. സോ ഇങ്ങനെയാണ് ട്രാൻസിറ്റീവ് പ്രൂവ് ചെയ്യുന്നത്. സോ റിഫ്ലെക്സീവ് പ്രൂവ് ചെയ്യുന്നത് സെറ്റിൽ നിന്ന് ഒരു എലിമെന്റ് എടുക്കണം, എ കമ എ റിലേഷൻ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. സിമെട്രിക് എടുക്കുന്നത് റിലേഷനിൽ നിന്ന് ഒരു സെറ്റ് എടുക്കണം, എ കമ ബി, എന്നിട്ട് എന്തോ പ്രൂവ് ചെയ്യണം? ബി കമ എ റിലേഷൻ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. ട്രാൻസിറ്റീവ് ആകുമ്പോൾ 2 സെറ്റ് എടുക്കണം, എ കമ ബി റിലേഷനിൽ നിന്ന് എടുക്കണം, ബി കമ സിയും റിലേഷനിൽ നിന്ന് എടുക്കണം, എന്നിട്ട് എന്തോ പ്രൂവ് ചെയ്യണം? എ കമ സി. സോ ഇതാണ്. സോ റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവ് ആയാൽ ആ റിലേഷനെ ഈക്വിവാലൻസ് റിലേഷൻ എന്ന് പറയും. സോ അവർ പ്രൂവ് ചെയ്യാൻ പറഞ്ഞ ഈക്വിവാലൻസ് ആണ്. നെക്സ്റ്റ് നോക്കിയ ഒരു ചെറിയ സെറ്റ് എടുക്കാം. ചെക്ക് ദ റിലേഷൻ ക്യാപിറ്റൽ ആർ ഡിഫൈൻ ഓൺ. ആ സെറ്റ് അവർ പറയുവാണ്. ആസ് റിലേഷൻ പറഞ്ഞിരിക്കുന്നത് ആർ ഇസ് ഈക്വൽ ടു എ കമ ബി സച്ച് ദാറ്റ് ബി ഇസ് ഈക്വൽ ടു എ പ്ലസ് 1.
ഈസ് റിഫ്ലെക്സീവ്, സിമെട്രിക് ഓർ ട്രാൻസിറ്റീവ്. ഇതിനകത്ത് മൂന്നെണ്ണത്തിൽ ഏതൊക്കെ ആവും നോക്കാം. ഈ സെറ്റിൽ ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആവോ, സിമെട്രിക് ആവോ, ട്രാൻസിറ്റീവ് ആവോ. സോ സെറ്റിൽ എന്തൊക്കെ എലിമെന്റ്സ് ഉണ്ട്? 1 തൊട്ട് 6 വരെ. എന്താണ് കണ്ടീഷൻ എന്ന് നോക്കിയേ. ഒരു ഓർഡേഡ് പെയർ എ കോമ ബി ഉണ്ടാവണമെങ്കിൽ ബി എപ്പോഴും എയെ കാട്ടി 1 കൂടുതലാണ്. എക്സാമ്പിൾ 1 എടുത്താൽ എത്ര ആയിരിക്കും ഇത്? 2 അല്ലയോ? ഇതിനെക്കാട്ടി 1 കൂടുതലായിരിക്കണം. 2 എടുത്താലോ 3, 3 എടുത്താൽ 4, 4 എടുത്താൽ 5. അതായത് ഫസ്റ്റ് കോമ്പോണന്റിനെക്കാട്ടി സെക്കൻഡ് കോമ്പോണന്റ് എപ്പോഴും 1 കൂടുതലായിരിക്കണം. അങ്ങനെയുള്ളതേ ഈ റിലേഷനെ കാണത്തുള്ളൂ. സോ റിഫ്ലെക്സീവ് ആവുമെന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ പറയാം. ലെറ്റ് ഇത് സെറ്റ് എ ആയിട്ട് എടുക്കാം. ലെറ്റ് 1 ബിലോങ്സ് ടു എ. 1 ഇതിനകത്തുള്ളതല്ലയോ? 1,1 റിലേഷനിൽ കാണത്തില്ല. എന്താണ് കാരണം? റിലേഷനിൽ പറഞ്ഞേക്കുന്നത് എന്താണ്? ഫസ്റ്റ് കോമ്പോണന്റിനെ കാട്ടി സെക്കൻഡ് കോമ്പോണന്റ് 1 കൂടുതലാണ്. അപ്പൊ ഇവിടെ 1 ആണെങ്കിൽ 2 ആയിരിക്കും റിലേഷൻ ഉണ്ടാവുന്നത്. 2 എടുത്താലോ 3. ഒരിക്കലും 1,1 എവിടെ കാണത്തില്ല? റിലേഷനിൽ കാണത്തില്ല. therefore അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം? R ഈസ് നോട്ട് റിഫ്ലെക്സീവ്. റിഫ്ലെക്സീവ് ആവണമെങ്കിൽ നിങ്ങൾ ഏത് എലിമെന്റ് എടുക്കും, ഏത് സെറ്റിൽ നിന്ന് ഏത് എലിമെന്റ് എടുക്കുന്നോ അതിന്റെ മിറർ ഇമേജ്, അതിന്റെ ഇമേജും അതിന്റെ കൂടെ തന്നെ ഉണ്ടാവണം. 1 എടുത്താൽ 1,1 റിലേഷൻ ഉണ്ടാവണം. പക്ഷെ ഈ കണ്ടീഷൻ പ്രകാരം 1,1 വരുമോ? ഇല്ല. 2 എടുത്താൽ എന്ത് വരും? 2,3 കാണും. പക്ഷെ 2,2 കാണത്തില്ല. 3 എടുത്താലോ 3,4 ആണ് റിലേഷൻ ഉള്ളത്. 3,3 കാണത്തില്ല. സോ റിഫ്ലെക്സീവ് അല്ല. സിമെട്രിക് ആണോ എന്ന് നോക്കി. സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു സെറ്റ് ഒരു എടുക്കാം നമുക്ക്. ലെറ്റ് 2,3 റിലേഷനിൽ നിന്ന് എടുത്തു. ഇതിനകത്ത് കാണുമോ ഇല്ലയോ? കാണും. കാരണം 2 എത്രയാണോ അതിനെക്കാട്ടി 2 എടുത്തതിനെക്കാട്ടി 1 കൂടുതലാണ് ഇത്. സോ 2,3 റിലേഷൻ ഉണ്ട്. ബട്ട് തിരിച്ചു നോക്കിയേ. 3,2 കാണുമോ? എന്താണ് റീസൺ? എന്താണ്? ഫസ്റ്റ് കോമ്പണന്റിനെക്കാട്ടി 1 കൂടുതലായിരിക്കണം. ഇതൊന്ന് കുറവാണ്. അത് റിലേഷനിൽ കാണത്തില്ല. 2,3 റിലേഷനിലുണ്ട്. ഞാൻ എടുത്തതാണ്. തിരിച്ചു നോക്കിയാലോ 3,2 ഇതിനകത്ത് ഉണ്ടാവണമെങ്കിൽ ഈ കണ്ടീഷൻ അത് ആക്സെപ്റ്റ് ചെയ്യണം. ഈ കണ്ടീഷൻ എന്താണ്? ഫസ്റ്റ് കോമ്പോണന്റിനെക്കാട്ടി 1 കൂടുതലായിരിക്കണം. പക്ഷെ ഇവിടെ വന്നപ്പോൾ എന്തായി? 1 കുറവാണ്. അത് റിലേഷനിൽ കാണത്തില്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? therefore R is not symmetric. ട്രാൻസിറ്റീവ് ആവുമോ നോക്കാം. ട്രാൻസിറ്റീവിന് 2 എലിമെന്റ്സ് എടുക്കണ്ടേ? ഈ കണ്ടീഷനെ ആക്സെപ്റ്റ് ചെയ്യുന്ന 2 ഓർഡേഡ് പെയർ എടുക്കണം. സോ ഫസ്റ്റ് ലെറ്റ് ഒരു എക്സാമ്പിൾ പറയാമോ? 1,2 ഓക്കെ ബിലോങ്സ് ടു R. ശരിയല്ലേ? 1നെ കാട്ടി 1 കൂടുതലാണ് 2. ഇവിടുന്ന് തുടങ്ങുന്ന ഇനി ഒരു എക്സാമ്പിൾ പറയാം. 2,3 ബിലോങ്സ് ടു R. സോ ഞാൻ 2 സെറ്റ് എടുത്തു ഓർഡേഡ് പെയർ റിലേഷൻ. 1,2 ആ കണ്ടീഷൻ ആക്സെപ്റ്റ് ചെയ്യുന്ന 2 എന്ന് തുടങ്ങുന്ന 2,3 എടുത്തു. 1,3 റിലേഷനിൽ കാണുമോ? എന്തുകൊണ്ട് കാണത്തില്ല? ഈ 2 ഉണ്ടോ എന്ന് നോക്കണം. A, B, B, C ആണെങ്കിൽ A, C ഉണ്ടാവും. 1,3 കാണുമോ? റിലേഷനിൽ കാണുമോ? എന്തുകൊണ്ട് കാണത്തില്ല? ഫസ്റ്റ് കോമ്പണന്റിനായിട്ട് 1 അല്ല കൂടുതൽ, ഇത് 2 ആണ്. 2 ആണെങ്കിൽ ഒരു എലിമെന്റ് ഒരു സംഖ്യ കൂടാൻ പാടുള്ളൂ. 1 ആണെങ്കിൽ 1,2 ഉണ്ടാവും. പക്ഷെ 1,3 റിലേഷനിൽ കാണത്തില്ല. therefore R is not transitive. So reflexive അല്ല, സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് അല്ല. സോ റിഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ സെറ്റ് ചെയ്യുന്ന ഒരു എലിമെന്റ് എടുക്കണം. അതിന്റെ മിറർ ഇമേജ് ആയ റിഫ്ലെക്സ് ആയ A, A റിലേഷൻ ഉണ്ടാവണം. 1 എടുത്താൽ 1,1 ഉണ്ടാവണം. സോ സെറ്റിൽ എന്തൊക്കെ എലിമെന്റ്സ് ഉണ്ടോ അതെല്ലാം വേണം. ഞാൻ ഒരു എക്സാമ്പിൾ കോട്ട് ചെയ്താൽ മതി. സെറ്റിൽ 1 തൊട്ട് 6 വരെ ഉണ്ടെങ്കിൽ 1,1 ഉണ്ടാവണം, 2,2, 3,3, 4,4, 5,5, 6,6 എല്ലാം ഉണ്ടാവണം. പക്ഷെ ഇതിനകത്ത് ഒരെണ്ണം ഇല്ലെങ്കിൽ നമ്മൾ എന്തോന്ന് പറയത്തില്ല? റിഫ്ലെക്സീവ് ആണെന്ന്
പറയത്തില്ല. സിമെട്രിക്ക് എന്ത് ചെയ്യണം? ഈ കണ്ടീഷനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഓർഡർ പേര് എടുക്കണം. എടുത്തു തിരിച്ചു നോക്കണം. തിരിച്ച് അതിനകത്തുണ്ടെങ്കിൽ മാത്രമേ സിമെട്രിക് ആവത്തുള്ളൂ. സോ ഞാൻ 2,3 റിലേഷനിൽ നിന്ന് എടുത്തു. ഈ കണ്ടീഷനെ ആക്സെപ്റ്റ് ചെയ്യുന്നത്. തിരിച്ചു നോക്കിയാലോ 3,2 അതിനകത്തുണ്ടോ? എന്തുകൊണ്ട്? ഇതിനെക്കാട്ടി ഇത് ഒന്ന് കൂടുതലാവണം. പക്ഷെ ആക്ച്വലി എന്തുമായി? ഒന്ന് കുറവാണ്. അതുകൊണ്ട് ഈ കണ്ടീഷൻ ആക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ട് ആർ സിമെട്രിക് അല്ല. ട്രാൻസിറ്റീവ് ഞാൻ എന്തെടുക്കണം? ഈ കണ്ടീഷനെ ആക്സെപ്റ്റ് ചെയ്യുന്ന 2 ഓർഡർ പേര് എടുക്കണം തുടർച്ചയായിട്ടുള്ള. സോ 1,2 എടുത്തു. ഈ കണ്ടീഷൻ ആക്സെപ്റ്റ് ചെയ്യുന്നില്ലയോ? 2 തുടങ്ങുന്ന 2,3 എടുത്തു. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? 1,3 ഉണ്ടോ എന്ന് നോക്കണം. 1,3 കാണുമോ? എന്തുകൊണ്ടില്ല? 1നെ കാട്ടി 1 കൂടുതൽ, 2 പക്ഷെ 1 കൂടാൻ പാടുള്ളൂ. സോ അതുകൊണ്ട് ആ റിലേഷൻ ഇല്ല. സോ അതെന്തുമല്ല, ട്രാൻസിറ്റീവ് അല്ല. സോ ഈ റിലേഷൻ റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് അല്ല. Next you can show that each of the relation capital R in the set capital A is equal to X belongs to Z 0 less than or equal to X less than or equal to 12. Z-ലുള്ള ഇൻറ്റിജേഴ്സ് ആണ്. X belongs to Z എന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കേണ്ടത് ഇൻറ്റിജേഴ്സ് ആണ്. എവിടം തൊട്ട് എവിടം വരെ ഉള്ളത്? 0 തൊട്ട് 12. അതിൻ്റെ അർത്ഥം എവിടെ നിന്ന് എന്തൊക്കെ വരും? 0, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 വരെ. അത്ര എഴുതുന്നതിന് പകരം ഒരു കണ്ടീഷൻ എഴുതി. Given by R is equal to A comma B such that A is equal to B is an equivalence. സോ നോക്കി, സെറ്റിൽ ഏതൊക്കെ എലിമെന്റ്സ് എടുക്കാം? 0 തൊട്ട് 12 വരെയുള്ള ഇൻറ്റിജേഴ്സ് എല്ലാം എടുക്കാം. എന്നിട്ട് റിലേഷനിൽ എന്താണ് കണ്ടീഷൻ പറഞ്ഞേക്കുന്നത്? എ കോമ ബി റിലേഷനിൽ ഉണ്ടാവണമെങ്കിൽ എ ബിക്ക് തുല്യമായിരിക്കണം. അതായത് ഫസ്റ്റ് കോമ്പണന്റ് സെക്കൻഡ് കോമ്പണന്റ് എന്തോ ആയിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ വരും എന്ന് പറയാം? ഈ കണ്ടീഷൻ ആക്സെപ്റ്റ് ചെയ്യുന്ന എന്തൊക്കെ വരും? 0,0, 1,1, 2,2, 3,3, 4,4 അങ്ങനെ 12,12. സോ റിഫ്ലെക്സീവ് ആവോ? സംശയം വേണ്ട, റിഫ്ലെക്സീവ് ആയിരിക്കും. റീസൺ എന്താണ്? എ കോമ എ റിഫ്ലെക്സ് പറഞ്ഞാൽ എ കോമ എ അല്ലേ. സോ ലെറ്റ് എ ബിലോങ്സ് ടു, ഇതിനകത്തുനിന്നാണ് ഞാൻ ഒരു എലിമെന്റ് എടുത്തത്. എ ഈക്വൽ ടു എ ആണോ? ഈ കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്തില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? എ കമ്മ എ ബിലോങ്സ് ടു ആർ. സോ എ എന്ന എലിമെന്റ് സെറ്റിലുണ്ടെങ്കിൽ എൻ്റെ കണ്ടീഷൻ എന്താണ്? എ കമ്മ എ എവിടെ ഉണ്ടാവണം? റിലേഷനിൽ ഉണ്ടാവണം. ഈ കണ്ടീഷൻ ആയതുകൊണ്ട് എ കമ്മ എവിടെ ഉണ്ടാവും? Therefore R is reflexive. Next, സിമെട്രിക് ആവോ? സിമെട്രിക് എങ്ങനെ പ്രൂവ് ചെയ്യുന്നത്? ഇതിനകത്തുനിന്ന് ഒരു കണ്ടീഷൻ എടുക്കണം, ഇതിനകത്തുനിന്ന് ഒരു ഓർഡർ പേര് എടുക്കണം. ഈ കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഓർഡർ പേര്. സോ ലെറ്റ് എ കോമ ബി, ഇതിനകത്തുനിന്നല്ലേ എടുത്ത്, റിലേഷനിൽ എടുത്ത്. അതിൻ്റെ അർത്ഥം എന്തുവാണ്? ഈ റിലേഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എ എന്തിന് തുല്യമാണ്? ബിക്ക് തുല്യമാണല്ലോ.
തിരിച്ചൊന്ന് പറഞ്ഞ് ബി എക്ക് തുല്യമാവോ ഇല്ലയോ? ആവോ. അതിന്റെ അർത്ഥം എന്തുവാണ്? ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലയോ? അപ്പൊ എന്ത് പറയാം? ബി കമ എ ബിലോങ്സ് ടു ആർ. നിങ്ങൾ എ കമ ബി ആണ് റിലേഷനിൽ നിന്ന് എടുത്തത്. എന്ത് പ്രൂവ് ചെയ്തു? ബി കമ എയും റിലേഷനുണ്ടെന്ന് പ്രൂവ് ചെയ്തു. therefore R is symmetric. നെക്സ്റ്റ്, ട്രാൻസിറ്റീവ് എങ്ങനെ പ്രൂവ് ചെയ്യാം? എത്ര എണ്ണം എടുക്കണം? 2 എണ്ണം എടുക്കണം. സോ അത് എങ്ങനത്തെ കണ്ടിന്യൂസ് ആയിരിക്കണേ. അതായത് എ കാമ ബി റിലേഷനിൽ നിന്ന് എടുത്ത് ഇതിനകത്തുനിന്ന് എടുത്ത്. അപ്പൊ എന്ത് വരും? എ ബിക്ക് തുല്യമായിരിക്കുമല്ലോ. ഇവിടെ നിന്ന് തുടങ്ങുന്ന ഈ ഒരു ഓർഡർ പേര് എടുക്കുക. ബി കോമ സി, അത് റിലേഷൻ എടുക്കുന്നത് 2 എണ്ണം എടുത്തു. അപ്പൊ അതെന്തായിരിക്കും? ബി ഇസ് ഈക്വൽ ടു എ ബിക്ക് തുല്യമാണ്. ബിയോ? അപ്പൊ എ എന്തിനു തുല്യമായിരിക്കും? ദാറ്റ് ഇംപ്ലൈസ് ഉറപ്പായിട്ട് എ ബിക്ക് തുല്യമാണ്, ബി സിക്ക് തുല്യമായതുകൊണ്ട് ഉറപ്പായിട്ട് എ എന്തിനു തുല്യമാണ്? അപ്പൊ ഈ കണ്ടീഷൻ ആക്സെപ്റ്റ് ചെയ്തില്ലയോ? അപ്പോൾ എന്ത് പറയാം? എ കമ സി ബിലോങ്സ് ടു ആർ. therefore R is transitive. So reflexive, symmetrical, transitive. എങ്ങനെയാ പ്രൂവ് ചെയ്യുന്നത്? റിഫ്ലെക്സീവ് പ്രൂവ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്യുന്ന ഒരു എലിമെന്റ് എടുക്കണം. റിലേഷനിൽ എ കമ എ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. സെറ്റ് ചെയ്യുന്ന ഒരു എലിമെന്റ് എടുത്തു, എ കമ എ റിലേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. സിമെട്രിക് എങ്ങനെയാ പ്രൂവ് ചെയ്യുന്നത്? റിലേഷനിൽ നിന്ന് ഒരു ഓർഡർ പേര് എടുക്കണം, എ കമ ബി. എന്നിട്ട് എന്തോ ഉണ്ടെന്ന് ചെക്ക് ചെയ്യണം, ബി കമ എ ഉണ്ടെന്ന് ചെക്ക് ചെയ്യണം. ട്രാൻസിറ്റീവ് എങ്ങനെയാ പ്രൂവ് ചെയ്യുന്നത്? ഇതിനകത്ത് 2 എണ്ണം എടുക്കണം, അത് എങ്ങനത്തെ തുടർച്ചയായിട്ടുള്ളത്. സോ എ കമ ബി എടുത്താൽ ബി കമ സി എടുക്കണം. അങ്ങനെ എ കമ ബി എടുത്ത കണ്ടീഷൻ സെറ്റ് ബി കമ സി. എന്നിട്ട് എന്തോ ചെക്ക് ചെയ്യണം? എ കമ സി. സോ ഇതാണ് നമ്മൾ ബേസിക് ആയിട്ടും കുറച്ച് മോഡൽസ്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഹ്യൂമൻ ബീയിങ്സിന്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അതായത് ആ എക്സാമ്പിൾസ് എന്തായിരിക്കും വെച്ചാൽ സെറ്റ് എടുക്കുന്നത് ഹ്യൂമൻ ബീയിങ്സ് ആയിരിക്കും. സെറ്റ് എടുക്കുന്നത് ഹ്യൂമൻ ബീയിങ്സ്. കണ്ടീഷൻ എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ ഈ സെറ്റിൽ ഉണ്ടാവണമെങ്കിൽ എ കമ ബി ഈ സെറ്റിൽ ഉണ്ടാവണമെങ്കിൽ എ ആൻഡ് ബി ലീവ്സ് ഇൻ എ ലൊക്കാലിറ്റി, സെയിം ലൊക്കാലിറ്റി. അതായത് ഒരേ സ്ഥലത്തുള്ളവരെ റിലേഷനിൽ കാണത്തുള്ളൂ. സോ ആ മോഡലിലെ കണക്കുകൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.